Now we are going to study lighting effect of electric current. വൈദ്യുതിയുടെ പ്രകാശഫലം ലൈറ്റിംഗ് ഇഫക്ട്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The equipment which converts electrical energy to light energy are known as lighting equipment. There are lot of lighting equipments in our surroundings, such as incandescent lamp, discharge lamp, LED lamp, etc. In first, we are going to study incandescent lamp. The main part of an incandescent lamp is filament. So, this lamp is also known as filament lamp. When an electricity passes through a filament, the filament becomes white hot and gives out light. That means this type of lamp glowing with heat. The main part, that is filament, is made by tungsten. Then we want to know what properties of tungsten make it suitable for being used as filament. The first reason is that it have an ability to emit white light in the white hot condition. നല്ല ധവളപ്രകാശം വെളുത്ത പ്രകാശം തരാനുള്ള കഴിവുള്ള ഒരാളാണ് ടങ്സ്റ്റൺ. The second reason is that it have high melting point. പെട്ടെന്നൊന്നും ഉരുകി പോകുന്നില്ല, നല്ല മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഹാവ് ഹൈ ഡക്റ്റിലിറ്റി ടു. വാട്ട് ഈസ് ഡക്റ്റിലിറ്റി? വി ക്യാൻ കട്ട് ദിസ് ടങ്സ്റ്റൺ ആസ് സ്മോൾ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ. ദാറ്റ് ഈസ് ഡക്റ്റിലിറ്റി. നമുക്കിതിനെ ചെറിയ നാര് പോലെ ആക്കിയെടുക്കാനുള്ള ഒരു കഴിവ് ഈ ടങ്സ്റ്റന് ഉണ്ട്. ആൻഡ് ദി അനദർ റീസൺ ഈസ് ഇറ്റ് ഹാവ് ഹൈ റെസിസ്റ്റിവിറ്റി. നമുക്കറിയാം എന്താണ് റെസിസ്റ്റിവിറ്റി, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സോ ദീസ് ആർ ദി റീസൺസ് വൈ വി യൂസ് ടങ്സ്റ്റൺ ആസ് എ ഫിലമെന്റ് ഇൻ ഇൻകാൻഡസന്റ് ലാമ്പ്. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, high ductility and ability to emit white light in the white hot condition. This is a very important question. Now we can look the second part, that is glass cover. Why we provide this type of glass covering to the incandescent lamp? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഫിലമെന്റ്, അതായത് ടങ്സ്റ്റൺ ഫിലമെന്റിന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് ഓക്സിഡേഷൻ? ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തുകൊണ്ട്, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുക. അതിനാണ് നമ്മൾ ഓക്സിഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ടങ്സ്റ്റണ് അതിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയി പോകും. അതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും, പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടി മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി, ഈ ഓക്സിഡേഷൻ പ്രോസസ്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ് മറ്റൊരു എയറുമായിട്ടും കോണ്ടാക്റ്റ് വരാതിരിക്കാൻ നമ്മൾ ഈ ഫിലമെന്റിനെ ഒരു ഗ്ലാസ് കവറിങ്ങിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. ഗ്ലാസ് കവറിന്റെ ഉള്ളിലായിട്ടുള്ള എല്ലാ എയറുകളും നമ്മൾ റിമൂവ് ചെയ്യുന്നു, ഇവാക്യുവേറ്റ് ചെയ്യുന്നു. സോ ഇപ്പോൾ ടങ്സ്റ്റൺ മറ്റാരുമായിട്ടും ഒരു ടച്ചുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ടങ്സ്റ്റൺ വി ഗിവ് എ ഗ്ലാസ് കവർ. ആൻഡ് ഇൻസൈഡ് ദ ഗ്ലാസ് കവർ ഈസ് ഇവാക്യുവേറ്റഡ്. ഇങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു പ്രോബ്ലം വരും. എന്താണ് പ്രശ്നം? ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് ഹീറ്റായി കഴിഞ്ഞാൽ അത് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു എയറിന്റെ പ്രസൻസ് ഉണ്ടായേ മതിയാവും. എയർ വന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിക്കും, അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിമൂവ് ചെയ്തത്. എന്നാൽ എയർ എന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ അവിടെ വേപ്പറൈസേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്കിതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത എയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിഡേഷൻ ഒഴിവാക്കാൻ പറ്റും, വേപ്പറൈസേഷൻ ഒഴിവാക്കാൻ പറ്റും. സോ അതിനുവേണ്ടി കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ഇനേർട്ട് ഗ്യാസ് ആണ് നമ്മൾ ഈ ബൾബിനുള്ളിലായിട്ട്, ഈ ഗ്ലാസ് കവറിങ്ങിനുള്ളിലായിട്ട് ഫില്ല് ചെയ്യാറ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ടങ്സ്റ്റൺ വി ഗിവ് എ ഗ്ലാസ് കവർ ആൻഡ് ഇൻസൈഡ് ദ ഗ്ലാസ് കവർ ഈസ് ഇവാക്യുവേറ്റഡ്. So we want to avoid vaporization. Vaporization can be reduced by filling some inert gas at low pressure inside the bulb. ഇന്ന്
ബൾബുകളിൽ നമ്മൾ ഇങ്ങനെ ഇനേർട്ട് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നൈട്രജൻ ഗ്യാസ് ആണ്. അറ്റ് നോർമൽ ടെമ്പറേച്ചറും പ്രഷറിലൊക്കെ ഈ നൈട്രജൻ ഗ്യാസ് ഒരു ഇനേർട്ട് ഗ്യാസിൻ്റെ ക്യാരക്ടർ കാണിക്കുന്ന ആളാണ്. അതുപോലെ നമുക്ക് അന്തരീക്ഷത്തിൽ വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് കൂടിയാണ് ഇനേർട്ട് ഗ്യാസ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇനേർട്ട് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ നൈട്രജൻ ഗ്യാസ് ആണ്. At normal temperature and pressure, the nitrogen behaves like an inert gas, and the ready availability of nitrogen is one of the reasons for it being used in bulbs. So, ഒരു ഇൻകാൻഡസൻ ലാമ്പിന്റെ പാർട്ടുകളും അതിന്റെ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ ഇൻകാൻഡസൻ ലാമ്പിന്റെ ഒരു മേജർ ഡ്രോബാക്സ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇൻകാൻഡസൻ ലാമ്പിൽ ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നില്ല. അവിടെ കുറച്ച് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് നമുക്ക് ലോസ് ആവുന്നുണ്ട്. ഇതൊരു മേജർ ഡ്രോബാക്സ് ആണ്. എ മേജർ പാർട്ട് ഓഫ് ദി ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ടു എൻ ഇൻകാൻഡസൻ ലാമ്പ് ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. ഹെൻസ് ദ എഫിഷ്യൻസി ഓഫ് ദിസ് ഡിവൈസ് ഈസ് ലെസ്. സോ സ്വാഭാവികമായിട്ടും ഇൻകാൻഡസൻ ലാമ്പിന് അങ്ങനെ ഒരു ഡ്രോബാക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു ലാമ്പിലോട്ട് പോവേണ്ടതുണ്ട്, സ്വിച്ച് ചെയ്യേണ്ടതുണ്ട്. സോ അടുത്തൊരു ലാമ്പിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ലാമ്പിനെ പറ്റിയാണ്. ഡിസ്ചാർജ് ലാമ്പ്, ഒരു ഡിസ്ചാർജ് ലാമ്പിന്റെ മെയിൻ പാർട്ട് എന്തൊക്കെയാണെന്ന് ആദ്യം പഠിക്കാം. ദ മെയിൻ പാർട്ട് ഓഫ് എ ഡിസ്ചാർജ് ലാമ്പ് ഈസ് എ ഗ്ലാസ് ട്യൂബ് ഫിൽഡ് വിത്ത് ഗ്യാസ്. ഗ്യാസ് നിറച്ചിരിക്കുന്ന, വാതകം നിറച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബാണ് ഒരു മെയിൻ പാർട്ട്. സെക്കൻഡ് പാർട്ട് ഈസ് 2 ഇലക്ട്രോഡ്സ് വിച്ച് ഈസ് ഫിറ്റഡ് അറ്റ് ദി 2 ends ഓഫ് ദി ഗ്ലാസ് ട്യൂബ്. ഗ്ലാസ് ട്യൂബിൻ്റെ 2 എൻഡുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന 2 ഇലക്ട്രോഡ്സ് ആണ് മറ്റൊരു പാർട്ട്. ഇനി എങ്ങനെയാണ് ഈ ഡിസ്ചാർജ് ലാമ്പ് വർക്ക് ചെയ്യുന്നത് നോക്കാം. വെൻ എ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് ഇൻ 2 ഇലക്ട്രോഡ്സ്, the gas molecules inside the glass are excited. The excited atom come back to their original state for attaining stability. During this process, the energy stored in them will be radiated as light. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് ഗ്യാസ് നിറച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ 2 എൻഡിലായിട്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ ഇലക്ട്രോഡ്സിൽ നമ്മൾ ഒരു ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിനുള്ളിൽ കിടക്കുന്ന ആ ഗ്യാസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു, എനർജി കൂടിയ ഒരു സ്റ്റേറ്റിലേക്ക് മാറുന്നു. അവിടെ നിന്നും അതിന് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അത് പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത്, അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് അത് എനർജി റേഡിയേറ്റ് ചെയ്യുന്നു. റേഡിയേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്, ലൈറ്റായിട്ട് റേഡിയേറ്റ് ചെയ്യുന്നു. സോ ആ ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ലഭിക്കുന്ന ലൈറ്റ് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന ഗ്യാസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഫില്ല് ചെയ്യുന്ന ഗ്യാസ് സോഡിയം ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് യെല്ലോ കളറാണ്. നമ്മൾ ഫില്ല് ചെയ്യുന്നത് നിയോൺ ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഓറഞ്ച് ആണ്. ഇനി മെർക്കുറി ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ലഭിക്കുന്നു. ഹൈഡ്രജൻ ആണെങ്കിൽ ബ്ലൂ, ക്ലോറിൻ ആണെങ്കിൽ ഗ്രീൻ, നൈട്രജൻ ആണെങ്കിൽ റെഡ്. ഈ ഓർഡറിലാണ് നമുക്ക് കളറുകൾ ലഭിക്കുന്നത്.